ഹലോ, നമ്മൾ മെർക്കുറിയും ടിലോയും ജോയിൻ്റ് ആക്കിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലാക്ക് ടിലുണ്ട്, ഓറഞ്ച് ടിലുണ്ട്, ഗ്രീൻ ടിലുണ്ട്. ഇത് മൂന്നും ജോയിൻ്റ് ആക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മെർക്കുറി കൈക്കൊണ്ട് തൊടണ്ട എന്നുള്ള നിലക്കാണ് നമ്മൾ ഫ്രിഞ്ച് ഉപയോഗിക്കുന്നത്. ഫ്രിഞ്ച് ഉപയോഗിച്ചു, ഫ്രിഞ്ചിൽ നിന്നും എടുത്തു, അതൊരു പാത്രത്തിലേക്ക് ഇട്ടു. ഈ പാത്രത്തിൽ നിന്നും രണ്ട് ചെറിയ മെർക്കുറികളെ നമ്മൾ ജോയിൻ്റ് ആക്കി ഒന്നാക്കി കൊണ്ടുവരണം. അപ്പോൾ ഈ ഒന്നാക്കിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. അത് ഒന്നാക്കിയതിന് ശേഷം നമ്മൾ ഓറഞ്ച് ടിലോ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലാണ് നല്ലത് ഗ്രീൻ ആണെന്ന് വെച്ചാൽ പിന്നെ അത് മൂന്ന് കൂടി വെച്ച് നോക്കി ഓറഞ്ച് ആണ് നല്ലതെന്നൊരു തീരുമാനത്തിന് ശേഷം നമ്മൾ ഈ മെർക്കുറിയിലേക്ക് ഓറഞ്ച് ടിലോ വയ്ക്കാൻ പോകണം. എന്താണ് മെർക്കുറിയും ടിലയും ഒന്നിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഓറഞ്ച് ടിലോ ഒഴിച്ചു, ഒന്നും സംഭവിക്കുന്നില്ല. ടിലിൻ്റെ ഭാഗത്തും മെർക്കുറിൻ്റെ ഭാഗത്തും നിൽക്കുന്നുണ്ട്. അത് ജോയിൻ്റ് ആകുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ്. എന്ത് ചെയ്തിട്ടും അത് ജോയിൻ്റ് ആകുന്നില്ല. നമ്മൾ വീണ്ടും മെർക്കുറി എടുത്ത് ടിലോയിലോട്ട് വീണ്ടും വെച്ചപ്പോൾ മെർക്കുറി വേറെ ആയിട്ടും ഗ്യാസിലെ ടിലോ വേറെ ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് മെർക്കുറി ടിലോയിലോട്ട് വെച്ചു. വീണ്ടും നമ്മൾ ഈ മൂടിയിലുള്ള മെർക്കുറിയെ ടിലോയിലോട്ട് ഒഴിക്കുകയാണ്. ഈ ഓറഞ്ച് ടിലോ ഒഴിച്ചിട്ടൊന്നും സംഭവിക്കാത്ത പക്ഷം നമ്മൾ ബ്ലാക്ക് ടിലോ എടുത്ത് ഒഴിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഈ ഓറഞ്ച് ടിലോ ഒഴിച്ചിട്ട് ബ്ലാക്ക് ടിലോ എടുത്തിട്ട് അതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തു. ബ്ലാക്കും ഓറഞ്ചും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ മെർക്കുറികൾ തമ്മിൽ ജോയിൻ്റ് ആക്കാം എന്ന് വിചാരിച്ചപ്പോൾ വെള്ളത്തിലൊന്നും അത് ജോയിൻറ്റും ആവുന്നില്ല. അങ്ങനെ നമ്മൾ ഫ്രിഞ്ചിലോട്ട് മെർക്കുറി റിട്ടേൺ കയറ്റാം എന്നൊരു പ്ലാനിൽ ഫ്രിഞ്ചിലോട്ട് എടുത്തു. വീണ്ടും ചെറിയ മെർക്കുറി നമുക്ക് ജോയിൻ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം അത് വീണ്ടും ഫ്രിഞ്ചിലേക്ക് കയറ്റാം എന്നൊരു പദ്ധതിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്താ കാണാനുള്ള ഭംഗി, അത് ചെറിയ മുത്തുമുത്തുകളായിട്ട് നിൽക്കുന്നു. അത് ഒരു ജോയിൻ്റ് ആവുന്നില്ല. ചെറിയ കുരുമായി അങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിവാക്കി. വീണ്ടും നമ്മൾ അത് മെർക്കുറിയായിട്ടും ടിലായിട്ടും വേർതിരിക്കാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഫ്രിഞ്ചിലോട്ട് എടുത്ത മെർക്കുറിയെ വെള്ളം ഒഴിച്ച് ഒഴിവാക്കിയ ശേഷം വീണ്ടും മറ്റുള്ള മെർക്കുറിയെ നമ്മൾ വീണ്ടും ഫ്രിഞ്ചിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് നമ്മൾ പരിപാടികളൊക്കെ പ്ലാൻ ഫുള്ള് പാളിപ്പോയി. മെർക്കുറിയും ടിലും ജോയിൻ്റ് ആകുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു തിരുത്താണ് നമുക്ക് കിട്ടാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ